ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്ക് സ്നേഹവന്ദനം. പുതുദിവസത്തിന്റെ നന്മകൾ ആശംസിക്കുന്നു. ധ്യാനത്തിനായി ന്യായാധിപന്മാർ 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളാണ് ഈ വാക്യം വിവരിക്കുന്നത്. ശിംശോന്റെ ജീവിതകാലത്തിൽ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു ഫെലിസ്ത്യർ. പ്രത്യേകിച്ച് ശിംശോന്റെ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു മേൽക്കോയ്മ നടത്തിയിരുന്നത്. ഇസ്രായേലിനെ അധികാരത്തിൽ അല്ലെങ്കിൽ കീഴിലാക്കി വച്ചിരുന്നത് ഫെലിസ്ത്യരായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും ശിംശോനെ ഉദ്യമിപ്പിച്ചിട്ട് ഫെലിസ്ത്യർക്കെതിരെ പ്രവർത്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ അത്തരത്തിൽ ഒരു സന്ദർഭത്തിൽ ഫെലിസ്ത്യരെ കൊന്നൊടുക്കിയിട്ട് ഒരു പ്രത്യേക ഇടത്ത് വന്ന് വിശ്രമിക്കുന്ന, ഒളിച്ചു പാർക്കുന്ന ശിംശോൻ, അവന്റെ അരികിലേക്ക് കുറെ യഹൂദർ കടന്നു വരികയാണ്. വന്നിട്ട് പറയുന്നത് സങ്കടം പറച്ചിലാണ്. നീ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഫെലിസ്ത്യരാണെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ട് നീ എന്തിനാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? എന്നിട്ട് നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നു, അവർ ഞങ്ങളെ വന്ന് ആക്രമിക്കുന്നു. അതുകൊണ്ട് നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളോട് കൂടെ വരണം, നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടി ഫെലിസ്ത്യരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കും. അപ്പോൾ ശിംശോൻ യഹൂദന്മാരോട് അല്ലെങ്കിൽ വന്ന ഇസ്രായേലിയരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ കൊല്ലില്ല എന്നും അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ സത്യം ചെയ്തിട്ട് ഒരു പുതിയ കയറ് കൊണ്ട് ശിംശോനെ വരിഞ്ഞ് അവന്റെ കൈയൊക്കെ കെട്ടുന്നുണ്ട്. ശേഷം നേരെ ഫെലിസ്ത്യരുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. ഈ പറഞ്ഞ വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ ശിംശോനെ ബന്ധിച്ചു കൊണ്ടുവരുന്നത് കണ്ടിട്ട് അവർ ആർപ്പിട്ടു. തങ്ങളുടെ ബദ്ധശത്രുവിനെ കിട്ടിയ സന്തോഷത്തിൽ ഫെലിസ്ത്യർ ആർപ്പിടുകയാണ്. അങ്ങനെ ആർപ്പിട്ട് അവസരത്തിൽ അവിടെ സംഭവിക്കുന്നത്, ശിംശോൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടിട്ട് തൻ്റെ മേൽ വന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ തന്നെ ബന്ധിച്ചിരുന്ന കയറുകളെല്ലാം ചണനൂൽ പോലെ ബലഹീനമായി അത് ചാരം കണക്ക് മാറിപ്പോകുന്നതും ദ്രവിച്ചു പോകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവന്റെ ബന്ധനം തകർന്നിട്ട് അപ്പോൾ തന്നെ ഒരു കഴുതയുടെ പച്ച താടിയെല്ലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഫെലിസ്ത്യരെ എല്ലാം കൊന്നൊടുക്കുന്നുണ്ട്. അവിടെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. താടിയെല്ലുകൊണ്ട് അദ്ദേഹം വളരെ അധികം പേരെ കൊല്ലുകയും ഒരു മഹാജയം ദൈവം തന്നു എന്നുള്ള രീതിയിൽ അവിടെ ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1000-ഓളം പേരെ കൊന്നിട്ട് അത് 2 കൂനയായി കൂട്ടുന്ന സംഗതികളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ അവന്റെ കൈമേലുണ്ടായിരുന്ന സകല ബന്ധനവും അഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ചണനൂൽ പോലെ, കരിഞ്ഞ ചണനൂൽ പോലെയായി ദ്രവിച്ചുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിവിടെ ഫെലിസ്ത്യരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നത് പൈശാചികന്റെ ആധിപത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇസ്രായേലിന്റെ ശത്രു ഫെലിസ്ത്യരാണ് എങ്കിൽ, ദൈവം തിരഞ്ഞെടുത്ത ജനമാകുന്ന ഇസ്രായേലിന്റെ ശത്രുക്കൾ ഫെലിസ്ത്യരാണ് എങ്കിൽ, ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന ഫെലിസ്ത്യർ എന്നുള്ളത് പൈശാചികനാണ്, പിശാചാണ് നമ്മുടെ ശത്രു. അവന്റെ പല വിധത്തിലുള്ള ബന്ധനങ്ങളിലാണ് നമ്മുടെ ജീവിതങ്ങൾ ആയിരിക്കുന്നത്. ഒരുപക്ഷെ വ്യക്തിപരമായി, കുടുംബത്തിൽ, തലമുറകളിൽ, നാം ആയിരിക്കുന്ന നമ്മുടെ തൊഴിൽ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, ഇങ്ങനെ പല മേഖലകളിലും പൈശാചികനാൽ ബന്ധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ആ ഒരു നല്ല വളർച്ച, നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയും ഉയർച്ചയും നമുക്ക് അച്ചീവ് ചെയ്യുവാനായിട്ട്, കൈയടക്കുവാനായിട്ട് കഴിയാതെ പോകുന്നു. വളർച്ച മുരടിക്കുന്നു, ബന്ധനം കൊണ്ട് ഞെരുങ്ങുന്നു, കെട്ടുകൊണ്ട് മുറുകുന്നു, സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയാതാകുന്നു. ക്ഷീണങ്ങളോ രോഗങ്ങളോ അടിക്കടി പലവിധ ബുദ്ധിമുട്ടുകളായി നമ്മെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്കൊന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ബന്ധനത്തിന്റെ കാഠിന്യം ഏറും തോറും, കെട്ടിന്റെ ആ ഒരു മുറുക്കം കൂടുന്തോറും നാം വേദനിക്കുകയുള്ളൂ, നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെയാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ സവിശേഷതയും പ്രാധാന്യവും. എന്നാൽ ദൈവാത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി അത് ദ്രവിച്ചുപോയി എന്നുള്ളതാണ്. അതിനെ പൊട്ടിച്ചുകൊണ്ടാണ്
കയ്യിൽ കിട്ടിയ ഒരു പച്ച കഴുതയുടെ പച്ച താടിയിൽ ഉപയോഗിച്ച് 1000ഓളം ഫെലിസ്ത്യരെ കൊന്നൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ ബന്ധിച്ചു മുറുക്കുന്ന പൈശാചികനെതിരെ ജയമെടുക്കുവാൻ നമുക്ക് ഒരൊറ്റ ആയുധമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നാം ഒന്ന് മനസ്സിലാക്കിയാൽ, ദൈവം തെരഞ്ഞെടുത്ത ചിലരുടെ മേൽ മാത്രമാണ് ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചതും ഉപയോഗിച്ചതും. പ്രവാചകന്മാരുടെ മേൽ, രാജാക്കന്മാരുടെ മേൽ, ന്യായാധിപന്മാരുടെ മേൽ, പുരോഹിതന്മാരുടെ മേൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു ചിലരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുന്നു. അവരെ ഉപയോഗിച്ചു വലിയൊരു സമൂഹത്തെ രക്ഷിക്കുന്നു. എന്നാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ പ്രവചിച്ച വചനമാണ്. അപ്പോസ്തലനായ പത്രോസ് വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത്. അന്ത്യകാലത്തിൽ, പ്രിയമുള്ളവരെ, ഈ ഒരു അന്ത്യകാലത്തിൽ നാം ജീവിക്കുമ്പോൾ, എൻഡ് ടൈമിൽ ജീവിക്കുമ്പോൾ, ദൈവം നമുക്ക് വച്ചിരിക്കുന്ന വലിയൊരു കൃപയാണ്, വലിയൊരു ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. അത് ചിലർക്ക് തരാമെന്നല്ല ദൈവം പറഞ്ഞത്, ഒരു വിഭാഗത്തിന് കൊടുക്കാമെന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും. വചനം വ്യക്തമാക്കുന്നുണ്ട്. പുത്രന്മാര്, പുത്രിമാര്, യൗവനക്കാര്, ദാസീദാസന്മാര്, വൃദ്ധർ, ഇവരൊക്കെ പ്രവചിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ വെളിപ്പാടുകൾ, ദർശനങ്ങൾ ഒക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർക്കുണ്ടായിട്ട് അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആ മഹത്തായ അനുഭവം. ഈ ഒരു തലത്തിൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ നമ്മെ പലതും ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. പുതിയ പുതിയ കയറുകൾ കൊണ്ട് നമ്മുടെ കൈകാലുകളെ ബന്ധിച്ച്, മനസ്സിനെ ബന്ധിച്ച്, നമ്മുടെ ജീവിതങ്ങളെ മുരടിപ്പിക്കുന്ന പൈശാചികന്റെ കെട്ടുകൾ. ഇതിനെ ഭേദിച്ചേ മതിയാവൂ, ഇതിനെ തകർത്തേ മതിയാവൂ. എങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ഉയരുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ആത്മനിറവിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതിന് പൈശാചികൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നാം അഴിക്കണം. പലപ്പോഴും പൈശാചികന് കെട്ടുവാനായിട്ട് നാം നിന്നു കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശിംശോൻ നിന്നു കൊടുക്കുകയാണ് യഹൂദന്മാരോട്. യഹൂദന്മാർ വന്ന് പറയുകയാണ്, ഇസ്രായേലിൽ വന്ന് പറയുമ്പോൾ അവിടെ നിന്നു കൊടുക്കുകയാണ്, പ്രതിരോധിക്കുന്നില്ല, പ്രതികരിക്കാതെ നിന്നു കൊടുക്കുകയാണ്. ഇത് കണക്ക് നാമും അശ്രദ്ധമായി എന്തൊക്കെയോ ജീവിതത്തിൽ പ്രവർത്തിച്ചതും ചിന്തിച്ചതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ നോട്ടം കൊണ്ടാവാം, സംസാരം കൊണ്ടാവാം, കേൾവി കൊണ്ടാകാം. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അശുദ്ധി ഹൃദയത്തിൽ പാപമായി കടന്നു വന്നിട്ട് പാപജീവിതത്തിലേക്ക് നയിക്കപ്പെട്ട് പാപത്താൽ പിന്നെ ശാപത്താൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാകാം. അതിൽ നിന്നൊരു മോചനം തരുവാൻ ക്രിസ്തുയേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് തന്നെ പാപത്താലുണ്ടായ, ശാപത്താലുണ്ടായ ബന്ധനങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അഴിക്കുവാൻ, ദഹിപ്പിച്ചു കളയുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുവാൻ നമുക്ക് കഴിയണം. ദൈവസന്നിധിയിൽ ഇരുന്ന വചനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. യേശുവിന്റെ രക്തത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ദൈവം നമ്മെ ഒരുക്കുകയും ആത്മാവിൽ നിറയ്ക്കുകയും അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ദൈവം വച്ചിരിക്കുന്ന ആ വലിയ ഗിഫ്റ്റ് അത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ബന്ധനങ്ങൾ തടസ്സമാണ്. ഈ ബന്ധനങ്ങൾ തകർത്തേ മതിയാവുകയുള്ളൂ. അതിന് സഹായിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, പരിശുദ്ധാത്മാവാണ്, യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അതിൽ പൂർണ്ണമായി ആശ്രയിച്ചും വിശ്വാസിച്ചും നമുക്ക് മുന്നോട്ട് ജീവിതങ്ങളെ നയിക്കാം. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ നയിക്കട്ടെ. ആമേൻ.